ഒരു വലിയ ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാളിൽ നിന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഫെബ്രുവരി മാസത്തിൽ ടൈംസ് നൗ നടത്തിയ ഒരു സർവേയിൽ നിന്നും ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അതിന് തൊട്ട് മുമ്പെടുത്ത സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ സർവേ ഫലം ഏവരെയും അമ്പരപ്പിക്കുന്നതും ഞെട്ടിക്കുന്നതുമാണ്. കാരണം ഫെബ്രുവരി മാസത്തിൽ നടത്തിയ സർവേ ഫലത്തിൽ 42 സീറ്റുള്ള ബംഗാൾ ലോക്സഭയിൽ 26 സീറ്റ് നേടി മമതാ ബാനർജി തൻ്റെ അപ്രമാദിത്യം തെളിയിക്കുമെന്നായിരുന്നു ആ സർവേയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴിതാ പാടെ മാറിമറിഞ്ഞിരിക്കുന്നു. BJP അവിടെ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. 20 മുതൽ 24 സീറ്റ് വരെ BJP നേടുമെന്ന് ഈ പുതിയ സർവേ പറയുന്നു. തൃണമൂൽ കോൺഗ്രസ് 17 to 21 സീറ്റുകളിലേക്ക് ഒതുങ്ങുമെന്ന് ഈ സർവേ പറയുന്നു. ഇവിടെ കോൺഗ്രസിന് 2 സീറ്റ് 0 മുതൽ 2 സീറ്റ് വരെ ലഭിച്ചേക്കാമെന്നും പറയുന്നു. ഏതായാലും ഒരു മാസം കൊണ്ട് ബംഗാൾ ആകെ മാറി മറിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബംഗാൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് BJP വളരെ കാലമായി പ്രവർത്തിക്കുകയായിരുന്നു. ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദി അമിത്ഷായും ഒക്കെ അടിക്കടി സന്ദർശിച്ച് റാലികൾ നടത്തി വരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് പശ്ചിമ ബംഗാൾ. സന്ദേശ് ഖാലി ഉൾപ്പെടെ ഒരു വലിയ വിഷയമാക്കി മാറ്റുന്നതിൽ അവർ വിജയിച്ചു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന മമതാ സർക്കാരിനെ തുറന്നു കാണിക്കാൻ അവിടുത്തെ BJP നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ, കാരണം ഏപ്രിൽ 19 രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയാണ്. അതിന് തൊട്ട് മുമ്പ് വന്ന ഒരു സർവേ എന്ന നിലയിൽ ഏറ്റവും വലിയ പ്രതീക്ഷ BJPക്ക് നൽകുകയാണ്. പശ്ചിമ ബംഗാളിൽ BJPയുടെ ഒരു വലിയ മുന്നേറ്റം, ഇത്തരത്തിലൊരു ലോക്സഭാ സീറ്റ് നേടി BJP മുൻപോട്ട് പോവുകയാണ്. വരും കാലങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ ഇല്ലാതാകും. CPM പോയി തൃണമൂൽ വന്നു. ഇപ്പോൾ തൃണമൂലിനെ തൂത്തെറിഞ്ഞുകൊണ്ട് കാവിപ്പട പശ്ചിമ ബംഗാളിലും അവരുടെ വിജയക്കൊടി പാറിക്കുമെന്ന് തന്നെയാണ് പുതിയ സർവേ പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.